സ്വാഗതം ചതുരംഗത്തിലേക്ക്. സമകാലിക പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചതുരംഗം ചർച്ച ചെയ്യാറുണ്ട്. അത്തരമൊരു വിഷയമാണ് ഇന്നും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ. ഒട്ടേറെ അപകടങ്ങളാണ് ഇതുമൂലം വരുന്നത്, കുരുക്ക് വേറെ. ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനായി ബസ് ഉടമകളുടെ പ്രതിനിധി ശ്രീ VS പ്രദീപ്, ടു വീലേഴ്സ് യൂസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ജെയിംസ് മുട്ടിക്കൽ, യാത്രക്കാരുടെ പ്രതിനിധിയായി നന്ദൻ വാഗയിൽ. ആദ്യം നന്ദനിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഏറെ വേദനിപ്പിച്ചൊരു സംഭവമാണ് MG റോഡിൽ, തൃശ്ശൂർ MG റോഡിൽ ബൈക്കിൽ അമ്മയും മകനും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ബൈക്ക് തിരിച്ചപ്പോൾ ബസ്സിനടിയിലേക്ക് വീണ് മകൻ മരിച്ചു, അമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ, ചിലത് മരണത്തിൽ കലാശിക്കുന്നു, അല്ലെങ്കിൽ പരിക്കേറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡുകളുടെ പ്രശ്നം. എങ്ങനെ നോക്കി കാണുന്നു? സത്യത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഭക്തനാണ്, ഒരു ദൈവഭക്തിയുള്ള ആളാണ്. നാമം ചൊല്ലിയിട്ടാണ് ശരിക്കും വണ്ടി ഓടിച്ചു പോകുന്നത്. എന്താ കാരണം വെച്ചാൽ ഞാൻ വരുന്നത് മുക്കാട്ടുകരയിൽ നിന്നാണ്. പെൻഷൻ മൂല എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ തൊട്ട് തുടങ്ങും നമ്മുടെ ദുർഘടം. പെൻഷൻ മൂലയിൽ നിന്ന് ഒന്ന് കയറി മെയിൻ റോഡിലേക്ക് കിടക്കണമെങ്കിൽ പാട് അവിടെ പോയി നോക്കിയാൽ അറിയാം. അങ്ങനെ വന്ന് പാറമേക്കാവിൽ തൊഴുത് 3 ലൈൻ ട്രാഫിക്കാണ് നമ്മുടെ റൗണ്ട്. 3 ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വഴി കൂടെ 2 വീലറിന് സുഗമമായിട്ട് പോവാം. പക്ഷേ പലപ്പോഴും ബസ്സുകളടക്കമുള്ള വണ്ടികൾ മറ്റേ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് പെട്ടെന്ന് തിരിയാനായിട്ട് വന്ന് കയറുന്നത് ഈ 3 ലൈൻ ട്രാഫിക്കിലാണ്. ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് തുടങ്ങും ഹോണടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിഭ്രാന്തിയാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവർ വേഗത്തുള്ള തിരക്കിലാവും. അവിടെ നിന്ന് ഒരൊറ്റ ഒടിക്കലാണ് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക്. അതുപോലെ ഞാൻ MG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ MG റോഡിലേക്ക് എവിടെ നിന്ന് കിടക്കണം എന്നുള്ളൊരു പരിഭ്രാന്തി. ഞാനൊരു 90-ലൊക്കെ ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ് 2 വീലറിൻ്റെ. സത്യത്തിൽ അന്ന് വൺ വേ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാം. ഇത്ര അപകടം ഉണ്ടായിരുന്നില്ല. ഈ MG റോഡിലേക്ക് തിരിയണമെങ്കിൽ ഏകദേശം കുറുപ്പം റോഡ് കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താലാണ് ഈ വണ്ടി നമ്മുടെ 2 വീലർ MG റോഡിലേക്ക് കടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് 2 വീലർ പോലുള്ള വാഹനങ്ങൾ നമ്മൾ വഴിയിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്തോ കുരുത്തം കൊണ്ടാണ് നമുക്കൊന്നും പറ്റാതെ പോകുന്നത്. വലിയ വലിയ വാഹനങ്ങളൊക്കെ വന്ന് പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പതുക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷേ പതുക്കെ പോകാൻ നമുക്ക് പറ്റില്ല. പിന്നിലുള്ളവർക്ക് തിരക്ക് കൂടുതലാണ്. തിരക്ക് കൂടുമ്പോൾ നമ്മുടെ ബാക്കിൽ വന്ന് ഹോൺ അടിക്കുമ്പോൾ നമ്മൾ ആകെ എന്താ ചെയ്യണത്? ഇപ്പോൾ ഇന്നലത്തെ അപകടം എന്ന് പറയുന്നത് ഒരു ചെറിയ കുഴിയാണ്. ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ആഴം ഉണ്ടാവുള്ളൂ. അവിടെ MG റോഡ് എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. ആ രാവിലത്തെ സമയം തിരക്കുണ്ടായിരുന്നു എനിക്കറിയില്ല. നമ്മൾ വലിയ വണ്ടികളുടെ പിന്നിൽ കൂടെ വരുമ്പോൾ പെട്ടെന്നൊരു കുഴി കാണുമ്പോൾ അത് ചാടിക്കണോ അതോ റൈറ്റിലേക്ക് എടുക്കണോ ലെഫ്റ്റിലേക്ക് എടുക്കണോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചപ്പോഴുള്ള ഒരു അപകടം, അത് എനിക്ക് തോന്നുന്നത് പിന്നിലൊരു നനങ്ങോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ വീണതും യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സാധനം. അത്ര വലിയ കുഴിയൊന്നല്ല അത്. പക്ഷേ എന്നിരുന്നാലും ആ കുഴി പലപ്പോഴും നമുക്ക് അപകടം. അത് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിന് മുമ്പിൽ വലിയൊരു കുഴി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ വാഹനങ്ങൾ ആ കുഴിയുടെ അപ്പുറം കടന്നു പോകും. ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ ബാറ്ററി വണ്ടികളുടെ കാലമാണ്. അപ്പോൾ അതൊന്നും വിചാരിച്ച മാതിരി നീങ്ങൂല, ഒടിയൂല. അപ്പോൾ എന്നും അപകടങ്ങൾ കൂടി വരികയാണ്. ടാറിങ് കഴിഞ്ഞതാണ് ഈ മറ്റേ പൂരത്തിന് മുമ്പായിട്ട്. താൽക്കാലിക സമരമായിരുന്നു, പിന്നെ വീണ്ടും മഴ തുടങ്ങി. സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം മിനിഞ്ഞാന്ന് കുഴി അപകടം ഉണ്ടായി, വലിയ പ്രതിഷേധങ്ങൾ നടന്നു, ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ആ കുഴി അടച്ചിട്ടേ ഇല്ല. ഒരു ദിവസം പോലും അവിടെ ആ കുഴി അങ്ങനെ തന്നെ ഇട്ടു. ഇന്ന് സമീപവാസികൾ ആരെ കുറിച്ച് അത് അവിടെ മെറ്റലിട്ടു, ഇനി വേറെ അപകടം ഉണ്ടാവുണ്ടാച്ചിട്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു വലിയൊരു ലോറി വന്ന് അതിൽ നിന്ന് കുറച്ച് ടാറ് കൊണ്ടുവന്ന് ആ കുഴി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്ര നോക്കി പോയാലും അപകടങ്ങൾ വരുന്ന വഴി നമുക്കറിയുന്നില്ല. ഈ ടു വീലേഴ്സ് അസോസിയേഷൻ ഒരുപാട് സമരങ്ങൾ നടത്താറുണ്ട്, പ്രത്യേകിച്ച് ഈ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കോവിഡിന് ശേഷം 2 വീലറുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡുകൾ അതിനനുസരിച്ച് വീതി കൂടുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ റോഡ് അധികം കുണ്ടും കുഴിയില്ലാതെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാത്ത പോലെയാണ്. എല്ലാ വർഷവും മെയ് മാസത്തിൽ മഴ വരുന്നുള്ളത് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ മഴ തന്നെയാണ് കുറ്റം പറയുന്നത്. കുഴി വന്നു, കുഴി വലുതായി, അപ്പോൾ പറയും മഴ മാറട്ടെ എന്നുള്ളത്. മഴയ്ക്ക് മുന്നേ ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഈ പണികൾ തീർക്കുകയാണെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, മഴയുടെ ശല്യമില്ല. രണ്ടാമതായിട്ട് നമ്മുടെ കൂടുതലും റോഡുകൾ ടാർ ചെയ്തിട്ടുള്ള റോഡുകളാണ്. ഈ ടാറിന് വെള്ളം വലിയ ശത്രുവാണ്. ഈ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ ടാറ് പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലത്ത് നല്ല ചൂടുള്ള നേരത്ത് ചെയ്താലാണ് ടാറ് നിൽക്കുള്ളൂ. അതേസമയം ഇപ്പോൾ പലപ്പോഴും മെയിൻ്റനൻസ് നടക്കുന്നത് മഴ തുടങ്ങിയതിന് ശേഷമാണ്.
എന്നിട്ട് അത് നനയ്ക്കാതെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് ചെറിയ കുഴിയായിട്ട് തുടങ്ങണം. ആ ചെറിയ കുഴി തന്നെ അപ്പോൾ നികത്താണെങ്കിൽ അത് വലുതാകാതെ നിൽക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന്. അത് ചെയ്യുന്നില്ല. ചെറിയ കുഴികൾ അത് പിന്നെയും വണ്ടികൾ പോയി അത് കുഴി ഇങ്ങനെ ചെറുതായി വലുതായി വന്നിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ദിവസം മുന്നുണ്ടായ അപകടത്തിൽ പ്രതിപക്ഷങ്ങൾ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിലെങ്കിലും അത് നികത്താൻ സാധിച്ചത്. ഇതുപോലെയുള്ള അപകടം ഏതാനും മാസം മുന്നേ രാംദാസ് തിയേറ്ററിന് മുന്നിൽ നടന്നു. ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ ഷോപ്പ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും വിട്ടു വരുന്ന ബുള്ളറ്റുമേ, എനിക്കറിയുന്ന ഫാമിലിയാണ്. ആ രാംദാസ് തിയേറ്ററിൻ്റെ അടുത്ത ഒരു ടേണിങ്ങിൽ ഇതുപോലെ ഒരു പുറമക്കാർക്ക് കാണുമ്പോൾ വലിയ കുഴിയല്ല, അതിൽ ചാടി ഭാര്യ വീണ് മരിച്ചു. ഇതുപോലെ പ്രതിപക്ഷങ്ങൾ ചെറിയൊരു പ്രതിഷേധം നടത്തി, പക്ഷേ അത് ഒന്നും ചെയ്തില്ല. 1 മാസത്തോളം ആ കുഴി അവിടെ കിടന്നു. ഇതിലും വലിയ കുഴിയായിരുന്നു, ഇപ്പോൾ അപകടം ഉണ്ടായേക്കാളും വലിയ കുഴിയായിരുന്നു. ആ കുഴി വന്നിട്ട് പിന്നെ ഞങ്ങൾ 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായിട്ടുള്ള സമരം നടത്തുകയും അത് പത്രങ്ങളിൽ നല്ല വാർത്ത വന്നതോടുകൂടിയിട്ടാണ് പിന്നെ ഒരാഴ്ചക്കുള്ളിലാണ് അത് നികത്തിയത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ കൊല്ലം ഉണ്ടാവും, ഇനി അടുത്ത വർഷം ഉണ്ടാവും, പിന്നത്തെ വർഷം ഉണ്ടാവും. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും മനസ്സിലാക്കാത്ത മാതിരിയാണ്. അവർക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവർ കണ്ണു തുറക്കുന്നുള്ളൂ. പലപ്പോഴും ഈ ചെറിയ കുഴികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ വെള്ളം വലിയ പ്രശ്നമാണ്. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള കാനകൾ വേണം. വെള്ളം കെട്ടി നിൽക്കാതെ കാനകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ പലപ്പോഴും റോഡ് ഉണ്ടാക്കാമെന്നല്ലാതെ കാനയ്ക്കുള്ള പ്രൊവിഷൻ ഇപ്പോഴും വേണ്ട വിധത്തിൽ നടത്തുന്നില്ല. അതുപോലെ മഴക്കാലത്തിന് മുന്നേ കാന ക്ലീൻ ചെയ്യണം, അത് ചെയ്യണില്ല. അത് മഴ തുടങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഫണ്ട് കൊടുത്ത് പെട്ടെന്നൊരു വർക്ക് നടക്കും. ആ മണ്ണ് കോരി ചെളിയും കോരി റോഡിൻ്റെ സൈഡിലിട്ട് അത് വീണ്ടും 2 മഴ വരുമ്പോൾ വീണ്ടും കാനയിലേക്ക് വീഴണം. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളാണ്. അതുമാതിരി ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ വന്നിട്ട് കുപ്പികളും ഒക്കെ വന്ന് കാനകൾ അടയണു. കാനകളുടെ ഉള്ളിൽ കൂടെ തന്നെ പൈപ്പ് ലൈൻ എടുത്തിട്ടുള്ള തടസ്സങ്ങൾ വരുന്നു. അതൊന്നും ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും ഉദ്യോഗസ്ഥന്മാർ പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഓരോ റോഡിൻ്റെയും മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരും മൊബൈൽ നമ്പറും ആ റോഡുകളുടെ പ്രധാന റോഡുകളുടെയെങ്കിലും സൈഡിൽ എഴുതി വയ്ക്കണം. ഇപ്പോൾ റോഡുകളുടെ പേരും കാര്യങ്ങളും മെയിൻ്റനൻസ് നടന്നതും അതിൻ്റെ ഗ്യാരണ്ടി പീരീഡൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഒരു 5-8 വർഷം മുൻപ് കൊടുത്ത റെപ്രസെൻറ്റേഷന് ബലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അങ്ങനെ റോഡുകളുടെ അവിടെ പണി കഴിഞ്ഞത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയറുടെ പേര്, കോൺട്രാക്ടറുടെ പേരൊക്കെ വന്നിട്ടുള്ളത്. അതിപ്പോഴും പലയിടത്തും നടപ്പാക്കാതെ പോകുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവേശം കഴിഞ്ഞു തുടങ്ങി. അതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പറയാനുള്ളത് ഓരോ റോഡുകളിൽ പ്രധാന റോഡുകളുടെ സൈഡിൽ ഈ റോഡിൻ്റെ മെയിൻ്റനൻസിന് ഉത്തരവാദപ്പെട്ട എഞ്ചിനീയറുടെയോ ഓവർസിയറുടെയോ പേരും മൊബൈൽ നമ്പർ എഴുതി വയ്ക്കണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഈ റോഡിൽ എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ റോഡും എപ്പോഴും പരിശോധിക്കാൻ പറ്റിയെന്ന് വരില്ല. നാട്ടുകാർക്ക് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയാൻ പറ്റും. അവർ ചെയ്യില്ല എന്നുള്ള വേറെ കാര്യം. എന്നാലും ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. ചുരുങ്ങിയത് വാട്സപ്പിലെങ്കിലും മെസ്സേജ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിച്ചു എന്നുള്ളത് റെക്കോർഡായി. അപ്പോൾ ഇവർ അറിഞ്ഞില്ല, ഞങ്ങൾ കണ്ടില്ല, കേട്ടില്ല എന്നുള്ള പരാതി വരില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞില്ല എന്ന് പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർണായകമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാണാം. മഴക്കാലമാകുമ്പോൾ ഓരോ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇത്ര കുഴി, അവിടെ കുഴി, ഇവിടെ കുഴി എന്ന് പറഞ്ഞ ഫോട്ടോകൾ പത്രങ്ങളുടെ ഓരോ പേജ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. അടുത്ത കൊല്ലം തന്നെ സംഭവിക്കും. പിന്നത്തെ പോലെ ചാനലുകളിലും പത്രങ്ങളിലും വാർത്തകൾ വരണമെന്നല്ലാതെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഏതോ വേറെ ലോകത്തിൽ നിന്ന് വന്നു ഇവിടെ എല്ലാം മെയ് മാസം കഴിയുമ്പോൾ മഴ വരും, ജൂൺ മാസത്തിൽ മഴ കൂടും, ഇടവപ്പാതി വരുന്നുണ്ടാവും, ഇങ്ങനത്തെ കർക്കിടകം വരും. ഇതൊന്നും അറിയാത്തവരുടെ മാതിരിയാണ് ഞങ്ങളിഞ്ഞ് മഴ കഴിയട്ടെ എന്നുള്ള പരാതി. മഴ വരുന്നുള്ളതും ഈ റോഡുകൾക്ക് തകരാറുണ്ടാക്കുന്നുള്ളത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ അശ്രദ്ധമായിട്ട് പോകുന്നതുകൊണ്ടാണ് റോഡുകൾ കുഴി ഉണ്ടാകുന്നത്. അത് ജനങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും കുടുംബത്തിൻ്റെ ഗതി തന്നെ നഷ്ടപ്പെടുന്നതിനും ഒക്കെ ഇടയാക്കി തീർക്കുന്നു. ബസ്സുകളുടെ സർവീസ് സംബന്ധിച്ച് ചിലപ്പോൾ റോഡിലെ പ്രശ്നം മൂലം സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടുങ്ങല്ലൂർ റൂട്ടിലൊക്കെ അത്രയേറെ പ്രശ്നമായിരുന്നു. ഇത് കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാത്രമല്ല, എല്ലാ റോഡുകളും ഇതാണ് അവസ്ഥ. തൃശ്ശൂർ റോഡ്, മണ്ണുത്തി പാലക്കാട് റോഡ്, അതുപോലെ തന്നെ ചാലക്കുടിയിലേക്കുള്ള വഴി. അല്ല, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ മോശമായിട്ടുള്ള സ്ഥിതി വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് ശരിയായ റോഡുള്ള ഒരു റോഡിൻ്റെ പേര് പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാ റോഡുകളും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എറണാകുളത്ത് നിന്ന് വരുന്ന ദേശീയപാതയുടെ സ്ഥിതി പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് റൂട്ട്, അതുപോലെ തന്നെ കുന്നംകുളം റൂട്ട്, കൊടുങ്ങല്ലൂർ റൂട്ട്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളാണ്. ഈ റൂട്ടുകളിലത്തെ എല്ലാ വർക്കുകൾ ആരംഭിച്ചിട്ട് എത്ര നാളായി?
3 വർഷത്തിന് മേലെയായി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറയാം. 3 വർഷത്തിന് മേലെയായി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് റോഡ് പണി അവിടെ ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ പകുതി ഭാഗങ്ങൾ തുറന്നു കൊടുത്തിട്ട് ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചിട്ട് പോലും ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള റോഡിൽ ഉണ്ടായിട്ടുള്ള ഒരു അപകടത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വീണ്ടും അത് പറയുന്നില്ല. നേരെ മറിച്ച് അതിന് തൊട്ട് മുൻപ് ഒരു ബസ് ഇടിച്ചു കയറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പെരുമ്പിളിശ്ശേരിയിൽ ഉണ്ടായ ഒരു റോഡുണ്ട്. ഈ കൊടുങ്ങല്ലൂർ റോഡിൻ്റെ ഭാഗമായിട്ട് ചൊവ്വൂർ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പോകുന്ന വലിയൊരു ഭീകരമായ ദൃശ്യം നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. ഞാനത് എടുത്ത് വീണ്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിൻ്റെ അതേ സ്പോട്ടിൽ 2 അപകടങ്ങൾ കഴിഞ്ഞു. ഇതിന് തൊട്ട് മുൻപ് 2 അപകടങ്ങൾ കഴിഞ്ഞ് അതേ സ്പോട്ടിൽ അതേ പോസ്റ്റ്, ആ പോസ്റ്റ് KCB മാറ്റിയ പോസ്റ്റാണ്. 2 പ്രാവശ്യം അവിടെ അതേ സ്പോട്ടിൽ അപകടം ഉണ്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ വീണ്ടും അവിടുത്തെ ആളുകളെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് അവിടെ വീണ്ടും 3ാമതൊരു അപകടം ഉണ്ടാവേണ്ടി വന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും നടപടികളിലേക്ക് പോവുക. അതായത് ഒരു വലിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൻ്റെ അടുത്തേക്ക് വരിക. ആ പോസ്റ്റ്, ആ കോൺക്രീറ്റ് റോഡിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഭയങ്കര മിനുസാണ് റോഡ്. മിനുസ് എന്ന് പറഞ്ഞാൽ അത് മുമ്പുണ്ടായിരുന്ന നമ്മുടെ റോഡുകൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടാറിട്ട റോഡുകളിൽ നിന്ന് മാറി കോൺക്രീറ്റ് റോഡുകളായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ കൃത്യമായിട്ട് അവിടെ അപകടം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. വളരെ മിനുസാണ്. അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്നില്ല. അത് ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് പോലും അത് തിരുത്താൻ ഇവിടുത്തെ ആളുകൾ തയ്യാറായിട്ടില്ല. അതുപോലെ ഇപ്പോൾ കുന്നംകുളം റോഡ് എത്ര നാൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കുന്നംകുളം റോഡ്. എത്ര നാളുകളായി ഒരു ആസൂത്രണമില്ലാതെ നമ്മളെ ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇത് ഒരു കൃത്യമായ ഒരു കരാറുകാരന് കൊടുത്തു കഴിഞ്ഞാൽ ആ കരാറുകാരൻ്റെ സ്ഥിതി അനുസരിച്ച് അയാളുടെ താല്പര്യത്തിനും അനുസരിച്ച് മാത്രം ചെയ്യുക. ഇത് കൃത്യമായിട്ട് ഇത്ര നാൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു വ്യവസ്ഥ കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യിക്കണ്ടേ. ഇത് റോഡ് പൊളിച്ചിടുന്ന സ്പീഡ്, പിന്നെ അത് നന്നാക്കുന്നില്ല സ്പീഡ്. പലപ്പോഴും നമ്മൾ അറിയുന്നത് ആ പൊളിച്ചിട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമുക്കത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പിന്നെ അത് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്ത് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പിടിക്കുക. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങളുടെ സ്വകാര്യ ബസ് മേഖല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായി ഗവൺമെൻറ് തരുന്ന ഒരു സമയത്തിന് ഓടിയെത്താൻ ബാധ്യസ്ഥരായ ആളുകളാണ്. ഞങ്ങൾക്കൊരു ട്രിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഓടിയതിൻ്റെ നഷ്ടമാണ്. ആ ദിവസം പിന്നെ ഓടേണ്ട കാര്യമില്ല. അതായത് ഒരു ബസ്സിന് പോലും കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഒരു ബസ്സിന് പോലും ഒരു റൂട്ടിൽ പോലും ബസ്സുകൾക്ക് എല്ലാ ട്രിപ്പുകളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇത് ഈ റോഡിൻ്റെ ഈ അവസ്ഥ ബ്ലോക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ വരുന്നതും കൂടുതൽ വിഷയങ്ങളും വരുന്നത്. പക്ഷേ ആരും ഈ റോഡ് കംപ്ലൈൻറ്റ് വരുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും പ്രതികരിക്കാനോ ഒന്നും തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുണ്ടാവുന്നത്. അത് ബസ്സുകാർക്ക് അതുണ്ടായെന്ന് വെച്ചാൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, അതുപോലെയുള്ള നഷ്ടത്തിന് ഉപരി തന്നെ ബസ്സിൻ്റെ ഉടമയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊഴിലാളിക്കും ഉണ്ടാകുന്ന നഷ്ടം കൂടിയുണ്ട്. ഒരിക്കലും ബസ്സുകാർ ഒരു അമിത വേഗത്തിലെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ ആളുകൾ തയ്യാറാവണം. ഇതിന് കൃത്യമായ ഒരു സമയം ഗവൺമെന്റ് നമുക്ക് തരുന്നു. 1 കിലോമീറ്റർ പാസ് ചെയ്യാൻ എത്ര സമയം തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധി വേണ്ടേ? കാരണം ഇത്ര അമിതമായി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ സമയക്രമം മാറ്റിയാൽ ശരിയാവുമോ? സമയക്രമം മാറ്റുന്നതിനൊപ്പം തന്നെ ഇതിലിപ്പോൾ ഒരു റോഡ് പണിയുമ്പോൾ അതിനൊരു ബദൽ മാർഗം ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ഇപ്പോൾ കുന്നംകുളം റോഡിന്റെ ബദൽ മാർഗ്ഗമാണ് ഈ മുണ്ടൂർ റോഡ് എന്ന് പറയുന്ന കൊട്ടേക്കാട് റോഡ്, വരണിയ റോഡൊക്കെ ഉണ്ട്. പക്ഷേ ഒരേ സമയം തന്നെ ഈ റോഡും ആ റോഡും പൊളിച്ചിടുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതൊരു ആസൂത്രണം ഇല്ലാത്തതിൻ്റെ കുറവാണ്. ഒന്നുകിൽ ഒരു റോഡിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത് ആ മറ്റേ വണ്ടികളെയൊക്കെ തിരിച്ചു വിടാനുള്ള ഒരു സംവിധാനം കൊടുത്ത് അതിന് ബസ്സിന് ഒരു സമയം നിശ്ചയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം തീരും. പക്ഷെ ഒരേ സമയം തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ടീമാണല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് റോഡിൻ്റെ ബദൽ റോഡ്, ഇതാണ് മാർഗം. നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന എത്രയാണെന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയൊക്കെ നമ്മുടെ അടുത്ത് കൃത്യമായി ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഒരു ദിവസം മുൻപേ കംപ്ലീറ്റ് ചെയ്യുക അവർക്ക്. അപ്പോൾ അതിനുള്ള ഒരു ബദൽ മാർഗം ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഈ റോഡ് പൊളിക്കുള്ളൂ. ഇവിടെ പൊളിക്കുന്നതിൻ്റെ സ്പീഡ് ഈ പണിക്ക് കംപ്ലീറ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതായത് കൃത്യമായ ആസൂത്രണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ റോഡുകൾ ഇതുപോലെ ആയി വരുന്നത്. ഇപ്പം നേരത്തെ കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ നാട്ടിലത്തെ ആളുകൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ വരണം,
ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈ ഇത്തരം ഒരു സമൂഹത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അപകടങ്ങൾ വന്നിട്ട് മാത്രം റോഡ് ശരിയാക്കുക എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. അതിൽ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലാണ് ഞങ്ങൾ സ്വകാര്യ ബസ്സുകൾ. ഈ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നില്ലതാണ് പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കുന്നംകുളം റോഡ് വർഷങ്ങളായി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും പുഴയ്ക്കലിലും മുതുവറയിലും ഒക്കെ കുരുക്ക്, അതും 1 മണിക്കൂറൊക്കെയാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത്. അല്ല, ഞാൻ ഒരു സംശയം അദ്ദേഹത്തിന് പറഞ്ഞാലേ, ഇപ്പോൾ നമ്മൾ വഴി ബ്ലോക്കായിട്ട് വണ്ടി സമയത്തിന് വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബസ് ഒരു 8 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന വണ്ടി അതിൻ്റെ പിന്നിൽ തന്നെയാണല്ലോ വരുന്നുണ്ടാവുക. പിന്നെ ഇവിടെ എത്താനായിട്ട് എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടണേ എന്നുള്ളതാണ്. അതായത് അടുപ്പിച്ചടുപ്പിച്ച് വണ്ടി വരികയാണെങ്കിൽ വെപ്രാളപ്പെടേണ്ട ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ഇവർ നേരം വൈകി വരുന്നു, അതിൻ്റെ പിന്നിൽ വരുന്നവരും പിന്നെയും നേരം വൈകി വരുന്നു. അപ്പോൾ ഒരു സമയത്തിലൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ വൈകിയാലും അതിൻ്റെ ബാക്കിൽ വരുന്ന വണ്ടി അത്രയും വൈകിട്ടല്ലേ എത്തുക അല്ലേ? അതിന് ഒരു സമയം, നമുക്കൊരു സമയ പട്ടിക തന്നിട്ടുണ്ട്. ആ സമയത്തിന് മാത്രമേ നമുക്ക് ആ സമയത്ത് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ബ്ലോക്കായി ഇല്ല, അടുത്ത വണ്ടി അവിടെ ഇല്ല, തർക്കിക്കാനായിട്ട് വേറൊരു വണ്ടി ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മത്സരം എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെയല്ല, മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അതായത് നമ്മൾ സമയത്തിന് എത്താൻ നോക്കണം. നമ്മുടെ സമയത്തിന് എത്തണമെങ്കിൽ നമ്മൾ മൂലം വേറൊരു വണ്ടിക്ക് തടസ്സം ഉണ്ടാവാൻ അവിടെ സാധ്യതയില്ല. പിന്നിലത്തെ വണ്ടി ഇതേമാതിരി വൈകിട്ടാണുള്ള വരിക, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന വണ്ടി നിങ്ങളുടെ വണ്ടി പോയതിന് ശേഷമാണ് മറ്റേ വണ്ടി വരിക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെപ്രാളടിച്ച് പോകേണ്ട കാര്യം തിരിക്കുന്നു എന്നാണ്. അല്ല, അതൊരു ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ്സിനൊരു സമയം കൊടുത്തിട്ടുണ്ട്, അടുത്ത ബസ്സിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. പലതും പല റൂട്ടുകളിലേക്കുള്ള ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കുന്നംകുളത്തേക്ക് പോകുന്ന റൂട്ടുകളാണെങ്കിൽ തന്നെ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകളുണ്ട്, കുറ്റിപ്പുറമുണ്ട്, ഗുരുവായൂരുണ്ട്, ഇതുണ്ട്. അത് ഒരു വണ്ടിയുടെ സമയത്തിന് വേറൊരു വണ്ടിക്ക് നമുക്ക് അതിനുള്ളൊരു സംവിധാനം ഒരുക്കണില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു സമയത്തിൽ ഒരു മാറ്റം വരുത്തി ഞങ്ങൾ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പല വണ്ടികൾ 10 മണിക്ക് വന്നു, 10:05 പോകേണ്ട ബസ്സുകളായിരിക്കും. ഇതിന് ഞങ്ങൾക്ക് മാറ്റി ഓടാനുള്ള ഒരു അനുവാദം ഗവൺമെന്റിന് കിട്ടണ്ടേ? അനുവാദം കിട്ടണമെങ്കിൽ നിങ്ങൾ സംഘടിതമായിട്ട് അനുവാദം മേടിക്കണ്ടേ? ഞങ്ങൾ തൃശ്ശൂരല്ല, ഏത് RTO ഓഫീസുകളിലും ഇത്തരം ഫയലുകളുമായി ബന്ധപ്പെട്ട് നിരവധി കെട്ടിക്കിടക്കുകയാണ്. ഇതൊന്നും തീർക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പടിഞ്ഞാറക്കോട്ടയിലേക്ക് നമുക്ക് 2 കിലോമീറ്ററാണ്. 2 കിലോമീറ്ററിന് നമുക്ക് തന്നിട്ടുള്ള സമയം 5 മിനിറ്റാണ്. 5 മിനിറ്റാണ്. ഏത് ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പടിഞ്ഞാറക്കോട്ട പാസ് ചെയ്യാൻ 2 കിലോമീറ്ററിന് സർക്കാർ അനുവദിച്ച സമയം 5 മിനിറ്റാണ്. ഏത് കൊക്കാല വഴി റെയിൽവേ സ്റ്റേഷൻ്റെ അതിൽ വന്ന് ദീപാഞ്ചി മൂല കടന്ന് പടിഞ്ഞാറക്കോട്ടയിലേക്ക് എത്താൻ 5 മിനിറ്റാണ് നമ്മുടെ സർക്കാർ നമുക്ക് ഈ സമയത്തിന് നിങ്ങൾ ഓടി എത്തണം എന്നാണ് നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള സമയക്രമം. ഞങ്ങൾ എങ്ങനെയാണ് 5 മിനിറ്റ് കൊണ്ട് ഈ ബസ് അവിടേക്ക് എത്തിക്കാൻ പറ്റുക? ഇപ്പം നിങ്ങൾ പറഞ്ഞ സമയം മാറി ഓടുകയാണെങ്കിൽ കൂടി ഏത് ബസ് ഏതിനായാലും എങ്ങനെ ഓടാൻ പറ്റുക? അപ്പോൾ അത് ഓരോ സമയത്തിൻ്റെയും ട്രാഫിക്കിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനം വേണ്ടേ? ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്ന ഈ പോയിന്റ് തന്നെ ഇവിടുത്തെ എത്രയോ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു മാറ്റം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് അമിതമാകത്തിനും ഇതുപോലെ റോഡുകളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനാണ്, ലീഫ് ഒടിയാനും. ഇപ്പം തൃശ്ശൂർ ജില്ലയിലാവും ഏറ്റവും കൂടുതൽ ലീഫ് വിൽക്കുന്നത് കടക്കാർ. അതിന് ഈ ലീഫ് ഒടിയാനും ടയർ പോകാനും ഞങ്ങൾക്ക് ആ മെയിൻ്റനൻസിന് കൊടുക്കാനുള്ള ചിലവേ വരുള്ളൂ. ഒരു മെയിൻ ലീഫിന് ഇപ്പോൾ 2100 രൂപയാണ്. അത് മാറ്റാനുള്ള ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ഒരു ലീഫ് മാറി എടുക്കണമെങ്കിൽ 1500 രൂപ കൊടുക്കണം. ഒരു തൊഴിലാളിയുടെ ഒരു ശമ്പളം ഒരു മണിക്കൂർ 2 മണിക്കൂർ അവന് സമയം വേണം, 1500 രൂപ കൊടുക്കണം. അപ്പോൾ എത്രയും 3500 രൂപയായി സത്യത്തിൽ ഒരു ലീഫ് ഒടിഞ്ഞു കഴിഞ്ഞാൽ പറ്റുക. ഈ റോഡിൽ കൂടെ ഒടിഞ്ഞ ലീഫ് ഒടിയാതിരിക്കുമോ? നിങ്ങൾക്ക് കാണാവുന്ന കാര്യമല്ലേ? അപ്പോൾ അതേ പറഞ്ഞ ഞങ്ങൾക്കൊരു സമയവും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ മെയിൻ്റനൻസിൻ്റെ ഏറ്റവും പാപം. അതുപോലെ തന്നെയാണ് ഈ റോഡ് ഉപയോഗിക്കുന്നതിന് 30,000 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വണ്ടികൾ സർവീസ് നടത്തുന്നത്. ഇപ്പോൾ അതിനേക്കാളൊരു ഇത് പറയാം, നമ്മൾ പാലക്കാട് റൂട്ട്. ഇപ്പോൾ പാലക്കാട് റൂട്ടിനെ സംബന്ധിച്ച് മുമ്പ് കുതിരാനായിരുന്നു വിഷയം. ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മുടിക്കോട്, അത് പറഞ്ഞ് കല്ലെടുക്ക്, അത് കഴിഞ്ഞ് ചുവന്നമണ്ണ്, 3 സ്ഥലത്ത് റോഡ് പണിയാണ്. മുഖ്യമന്ത്രി അടക്കം വന്നിട്ട് വേറെ വഴിക്ക് തിരിഞ്ഞു പോയ സ്പോട്ടാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ മണ്ഡലമാണ്. ഈ 3 സ്ഥലത്ത് ഇത് വെച്ചിട്ട് ആ വഴിക്ക് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് സർവീസ് നടത്തുന്ന ബസ്സുകാരൻ കൊടുക്കുന്ന ഈ റോഡ് ടാക്സിന് പുറമെ കൊടുക്കുന്ന ടോൾ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പിന് 540 രൂപയാണ്. അങ്ങോട്ട് കിടക്കണമെങ്കിൽ 150, ഇങ്ങോട്ട് വരണമെങ്കിൽ 360. ഒരു ട്രിപ്പ് പോയി വരുന്നുണ്ട്. സാധാരണ ഒരു തൃശ്ശൂർ പാലക്കാട് ഓടുന്ന 3 ട്രിപ്പ് ഓടുന്ന ബസ്സാണ്. ഒരു ദിവസം 1620 രൂപ ടോൾ കൊടുത്തിട്ടാണ് ഈ റോട്ടിൽ കൂടെ നമ്മൾ തൃശ്ശൂർ പാലക്കാടേക്ക് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇത്തരം റോഡ് ഉപയോഗിക്കുന്നതിന് അമിതമായി കാശും വാങ്ങിക്കുക, ഇതിനുള്ളൊരു സൗകര്യം ചെയ്തു തരുന്നില്ല എന്ന് പറയുമ്പോൾ
സത്യത്തിൽ ഞങ്ങൾ മരണപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് കൊണ്ട് നടന്നു, പിന്നെ ഇത് എങ്ങനെയാണ് അവസാനിക്കുക? ഇപ്പം അതിൻ്റെ സ്ഥിതി തന്നെയാണ്. 32,000 ബസ്സുകൾ ഉണ്ടായിരുന്നതാ, ഇപ്പം അത് 8,000 മാറി. അതിങ്ങനെ ഓരോ ദിവസം തോറും കുറഞ്ഞു കൊണ്ടുവരുന്നിരിക്കുന്ന ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ഇതുപോലത്തെ അമിതമായിട്ടുള്ള ചെലവുകൾ വരുന്നത് കൊണ്ട് നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ. ഈ സമയക്രമം പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരുപാട് കേസുകളും അതുപോലെ ഇതും ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ഇതിന് ഓരോ റോഡിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒരു D3 എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. റോഡിൻ്റെ ഓരോ സമയത്തെയും വീതിയും അതിൻ്റെ വലുപ്പം അതിനനുസരിച്ച് സമയം മാറ്റം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഗവൺമെൻറ് അതിന് പഠിച്ചുകൊണ്ടിരിക്കുക. ടൗണിൽ ഇത്ര സ്പീഡിൽ, ടൗണിൽ സമയം കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ വലിയ റോഡുകളാണെങ്കിൽ അതിൻ്റെ സമയം കുറച്ച് കൊടുക്കണം, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇപ്പോഴും പഴയ 80കളിലും 75ലെയും കാലഘട്ടത്തിലത്തെ അതേ അന്നത്തെ വാഹനത്തിൻ്റെ എണ്ണമല്ലല്ലോ ഇന്നത്തെ വാഹനം. അതാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് പടിഞ്ഞാറേക്കോട്ട വരെയുള്ളത് എത്രയോ റൂട്ടുകളിലേക്ക് പോകുന്ന ഇതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഓടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം തരാൻ ഒരാളും തയ്യാറല്ല. അല്ലേ, നേരത്തെ പ്രദീപ് പറഞ്ഞതിൽ ഇപ്പോൾ ചാലക്കുടിക്കാണെങ്കിലും പാലക്കാട് ഭാഗത്തേക്കും ടോൾ കൊടുത്തു വേണം യാത്ര ചെയ്യാൻ. ആ ടോൾ കൊടുക്കുന്നത് ഇത്രയും സമയം കുരുക്കിൽപ്പെടാനാണ്. ഒരു വേള കളക്ടർ ഇടപെട്ടിട്ട് ടോൾ നിർത്തിവെച്ചെങ്കിൽ അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റേണ്ടി വന്നു. ഇവർ സംഘടിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ സാധനങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ഇവരുടെ ചുമതലയാണ്. അത് ഇത്രയധികം ബസ്സുകളുണ്ടല്ലോ, അപ്പോൾ അവരത് സംഘടിച്ചിട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെപ്പോലുള്ള ചെറുകിട ആൾക്കാരാണ് സഹിക്കുന്നത്. അതായത് നമുക്കൊക്കെ സൗകര്യമായിട്ട് വണ്ടിയിൽ പോകാൻ പറ്റുന്നില്ല. നമുക്കിത് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ആന്തലാണ്. അത് എന്തപ്പോൾ ഇത് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെങ്ങാനും തട്ടിയിട്ട് പോവുമോ, അതിൻ്റെ ഒരു കാറ്റടിച്ചാൽ മതി നമ്മൾ വീഴും. ആ രീതിയിലാണ് നമ്മൾ പോണേ. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരാണല്ലോ തീർക്കണ്ടേ. അത് മറ്റുള്ളവരുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ വാഹനത്തിനെ മറികടന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ പോകുമ്പോൾ എന്താണ്ടാവുക, മത്സരോട്ടത്തിലും അല്ലെങ്കിൽ ഞങ്ങൾ മത്സരോട്ടം. അദ്ദേഹം പറഞ്ഞ റോഡ് സ്ലിപ്പായി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന സാറ് PWDയിലായിരുന്നല്ലോ. ഈ കോൺക്രീറ്റ് റോഡ് കേരളത്തിൽ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കോൺക്രീറ്റ് റോഡാണ്. ടാറിട്ട റോഡേ ഇല്ല അവിടെ. ടാറിട്ട റോഡേ ഇല്ല, മുഴുവൻ കോൺക്രീറ്റ് റോഡാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ കോൺക്രീറ്റ് റോഡുകളെ കുറിച്ച് ഒരു പരാതി വരുന്നുണ്ടോ? അങ്ങനെ അല്ല, കോൺക്രീറ്റ് റോഡ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നടത്തുന്നത് ശരിക്കും ഇതിനൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഗവൺമെൻറ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ ചോദിക്കാൻ കാരണം ചിലയിടത്ത് ടാർ ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ മിനിസം കൂടി അത് പരാതികൾ അപകടങ്ങൾക്കിടയാക്കുമ്പോൾ ടാറ് കൊത്തി അവിടെ പരിക്കം പ്രതലമാക്കുന്ന ഒരു രീതിയുണ്ട്. ഈ കോൺക്രീറ്റിനും അങ്ങനെ ഈ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ കൂർക്കഞ്ചേരി ഭാഗത്ത് അങ്ങനെ വളരെ മിനുസാണ്, പ്രശ്നമാണ്, വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറയണ്ടായി. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ശരിക്കും ഇവരുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളും ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ അതിലുണ്ട്. പക്ഷേ അത് സൂപ്പർവൈസ് ചെയ്യുന്നവർ വേണ്ട വിധത്തിൽ നോക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുറുപ്പൻ റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ലെവലല്ല. ഇപ്പോൾ സ്കൂട്ടറിന് കാറിനോ ബസ്സിന് പോകുമ്പോൾ അറിയില്ല, അതേസമയം സ്കൂട്ടറിന് പോകുമ്പോൾ അറിയാം ഇങ്ങനെ ചാടിച്ചാടിയിട്ടാണ് പോകുന്നത്. അതൊന്നും ശരിയല്ല. അത് സൂപ്പർവൈസ് ചെയ്യേണ്ടവർ നോക്കുന്നില്ല, അത് ചെക്ക് ചെയ്യേണ്ടവർ നോക്കുന്നില്ല. അതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. ഇനി അതിൽ വെള്ളം കെട്ടി നിന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ശരിക്കും സർക്കാരിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് റോഡ് ടാറിങ് ആയാലും കോൺക്രീറ്റിംഗ് ആയാലും നടത്തുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു എളിയ അഭിപ്രായം പറയുകയാണെങ്കിൽ വിജിലൻസ് കമ്മിറ്റികൾ ഓരോ ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ വാർഡ് തലത്തിലും ഉണ്ടാകണം. 5-10 പേരെങ്കിലും ഈ വക കാര്യങ്ങളിൽ താല്പര്യം എടുത്തിട്ടുള്ളവർ അവർ അതാത് സമയത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് റെക്കോർഡിക്കലി പരാതി കൊടുക്കുകയും അത് നടപടി ഉണ്ടായില്ല. അതിൽ പിന്നെ ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നാളെ MG റോഡിലുണ്ടായ കേസ് ഒരാഴ്ച മുന്നെങ്ങാനും ഇവർ ഏതെങ്കിലും നാട്ടുകാർ യാത്രക്കാരെങ്കിലും കൃത്യമായിട്ട് ഇങ്ങനെ റോഡ് കുഴിയുണ്ട്, അത് പരിഹരിക്കണം, അതിലിങ്ങനെ അപകട സാധ്യത എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിക്കലി കൊടുക്കുക, രജിസ്റ്റേർഡ് ലെറ്ററോ അല്ലെങ്കിൽ ഇമെയിലോ വാട്സപ്പിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നമുക്ക് കേസ് ചാർജ് ചെയ്യാൻ പറ്റും. ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ആരുടെ പേരിൽ ഇന്നത്തെ പത്രത്തിലും കൂടി ഉണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് കുറ്റകരമായിട്ടുള്ള ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഉത്തരവാദിത്തമുള്ള ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന്. അപ്പോൾ അത് തുടർ നടപടികൾ ഉണ്ടാവണില്ല. നിയമം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതാണ് പറഞ്ഞത്, അത് തുടർ നടപടികൾ ഉണ്ടാവണില്ല. അപ്പോൾ അത് ജനങ്ങൾ തന്നെ പ്രതികരിക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയ കക്ഷികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ ഈ വക കാര്യങ്ങൾ ഇടപെടണം. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണകക്ഷികൾ എപ്പോഴും ആ ഭരണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, പ്രതിപക്ഷങ്ങൾ എപ്പോഴും എതിർത്ത് സംസാരിക്കും. ഇങ്ങനെ കാര്യത്തിനോട് യഥാർത്ഥ ലക്ഷ്യത്തിനോട് അനുസരിച്ചിട്ടല്ല ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജനങ്ങൾ എന്നുള്ള വിഭാഗം ഇല്ലാണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളാണ് പ്രതികരിക്കുന്നത്.
അത് മാറിയിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ചെറിയ ചെറിയ വിജിലൻസ് സെല്ലുകളെങ്കിലും ഉണ്ടായി അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇടപെടാം. അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് റോഡ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടും. അത് മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അനുസരിച്ചിട്ടാണ് വർക്ക് നടക്കുന്നതെന്ന് നമ്മൾ വാച്ച് ചെയ്യണം. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാതിപ്പെടണം. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർ കുറ്റം പറയും, ഉദ്യോഗസ്ഥന്മാർ. ഈ റോഡുകൾക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. അപ്പോൾ എത്ര കോടിയാണെങ്കിൽ ഈ കരാറുകാരന് മുഴുവൻ തുകയും അത് ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇരുന്ന ഒരു പരാതിയാണ്. അത് മൊത്തത്തിലുള്ള പരാതിയാണ്. അപ്പോൾ അതിനുള്ള അതിലെ കമ്മീഷൻ നൽകുന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് നൽകി. അതൊന്നും ആർക്കും സംശയമില്ലാത്ത കാര്യങ്ങളല്ലേ, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിന് പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മേത്തോ ഉദ്യോഗസ്ഥന്മാരുടെ മേത്തോ മാത്രം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലങ്ങൾ നീണ്ടു പോകുന്നത്. അതിന് പകരം ഇതിന് അതീതമായിട്ട് നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, ഒരു വാർഡിൽ ഒരു 10 പേരെങ്കിലും, ഒരു ഡിവിഷനിൽ ഒരു 10 പേരെങ്കിലും നിഷ്പക്ഷമായിട്ട് സത്യസന്ധമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാനുണ്ടെങ്കിൽ, അവരെ ജനങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവും. അതല്ലെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ ചർച്ചകൾ നടത്തും, പത്രങ്ങളിൽ വാർത്ത വരും, ഫോട്ടോ വരും, പ്രതിപക്ഷങ്ങളുടെ സമരം ഉണ്ടാവും, ഭരണകക്ഷികൾ അതിനെ എതിർക്കും. അതിങ്ങനെ ഒരു ആവർത്തനമായിട്ട് നീങ്ങുന്നല്ലാതെ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ജനങ്ങൾ സംഘടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പരാതി കൊടുത്താലും ഒന്നും പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം അപകടമുണ്ടായി, എന്നിട്ടും 2 ദിവസം വേണ്ടി വന്നു അത് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്കാണ് അവിടെ ഒരു വണ്ടി വന്നിട്ട്, ഞാൻ രാവിലെ ഇന്നലെ ഇട്ടു, ഒരു ദിവസം കാത്തിരുന്നിട്ട് ഇന്നലെ ഞാൻ പലരോടും പറഞ്ഞു അത് സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുഴിയൊന്നും അടയ്ക്കാനുള്ള ഒരു സംവിധാനവും ചെയ്തില്ല. ഇന്ന് രാവിലെ അതിൻ്റെ അടുത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെയും ഇല്ല. വീണ്ടും ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടെമ്പിൾ കുറച്ച് ഇത് കൊണ്ടുവന്ന് അവിടെ നിറച്ചു, ആ കുഴി അടച്ചു. ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് ആ സാധനം ചെയ്തത്. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പ്രതിഷേധമായിരുന്നു. രാത്രി 7 മണി വരെ പ്രതിഷേധമായിരുന്നു. ആ പിറ്റേ ദിവസം അവിടെ വന്നിരുന്ന് പ്രതിഷേധിച്ചെങ്കിൽ അത് അന്ന് തന്നെ അടച്ചേനെ. പിറ്റേ ദിവസം വേറെ എവിടെയോ പോയി പ്രതിഷേധിക്കാൻ, അവിടെ വന്നില്ല. ഒരു ചെറിയ കുഴി ഉണ്ടെങ്കിൽ പോലും പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ജനങ്ങൾക്ക് പരാതി കൊടുക്കാമെന്ന്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ, അതായത് കളക്ടറേറ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അത്. ഈ ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അവരവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള വഴിയാണ് MG റോഡ്. ആ MG റോഡിൽ പോകുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ജനങ്ങളാണോ ഇത് പറയേണ്ടത്? അവർ ഈ കുഴി ചാടിയിട്ടാണല്ലോ പോണേ. ഇപ്പോൾ ആര് പോവുകയാണെങ്കിലും മെയിൻ ആൾക്കാർ, ഇപ്പോൾ MLA ആയാലും ആരായാലും എല്ലാ ഉദ്യോഗസ്ഥരും കളക്ടറേറ്റിൽ ഒരു ആവശ്യത്തിന് പോകുന്ന വഴിയാണ് MG റോഡ്. ആ MG റോഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളാണോ ഇത് പറയേണ്ടത്? ഇവർക്ക് കണ്ടുകൂടെ? ഇവർക്ക് ചെയ്തുകൂടെ? എനിക്ക് സാറിനോട് ചോദ്യം, പ്രദീപേട്ടനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിൽ 3 ലൈൻ ട്രാഫിക് എന്നാണ് വെപ്പ്, അങ്ങനെയല്ലേ? അപ്പോൾ അതനുസരിച്ച് ബസ് ഏത് വഴി കൂടെ പോകണം ശരിക്കും? ബസ് 3ാമത്തെ ലൈൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അതിന് കർശനമായിട്ട് നമ്മളൊക്കെ എപ്പോഴും പറയുന്നതും ഒരു 90% അത് പാലിക്കുന്നതും, അല്ലെങ്കിൽ ഫൈനുകളും. പലപ്പോഴും നായക്കനാൽ ഇവിടുത്തെ സിഗ്നൽ കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഒരു വണ്ടി 3ാമത്തെ ലൈനിൽ പോയിട്ട് അവിടെ നിന്ന് തിരിയാണ്. അപ്പം നമ്മളെപ്പോലുള്ള ഈ സാധാരണക്കാർ എന്ത് ചെയ്യുന്നതാണ്? ഞങ്ങളെവിടേക്ക് പോവുക ഈ 2 വീലറും കൊണ്ട്? എന്നാൽ നമ്മൾ അപ്പുറത്തെടുത്ത് നിന്നിരിക്കുക, അപ്പുറത്തെടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കിടക്കണേ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിർബന്ധമാക്കണ്ടേ? ഇവർ എത്ര വൈകാലും ശരി ഇവരുടെ വഴി 3ാമത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവർക്കറിയാം. എന്തുകൊണ്ട് അവർ ഈ 3ാമത്തെ വഴി കൂടെ? അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ 2 വീലറും കൊണ്ട് ഏത് കൂടെ പോകും? നേരത്തെ അപകടം ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ത്രീ മരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ നിരന്തരം പരാതി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇളങ്കോസാർ വന്നതിന് ശേഷം തന്നെ നേരിട്ട് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പരാതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു 6 മാസമായി ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇത് നല്ല കാര്യമാണ്, ഇത് ഞങ്ങൾ അടുത്ത ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ വെക്കാമെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞു, അത് ചർച്ച നടന്നില്ല. ഞങ്ങൾ ഇപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ 3 ട്രാക്ക് ഉണ്ട്, ഇദ്ദേഹം പറഞ്ഞ മാതിരി 3 ട്രാക്ക് ഉണ്ട്. അതിലത്തെ 2 ട്രാക്ക്, അതായത് ഈ പൂരപ്പറമ്പിനോട് ചേർന്നിട്ടുള്ള ട്രാക്ക് ചെറു വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് ലെറ്റർ ഇതിന് മുന്നിലുള്ള കമ്മീഷണറുള്ളപ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡിങ്ങിൽ ലെറ്റർ തന്നാണ്. ഇത് ആ കൊല്ലം 2024 മാർച്ചിന് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ലെറ്റർ തന്നിട്ടുള്ളതാണ്, റെക്കോർഡിങ്ങിൽ തന്നിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇളങ്കോസാറിനെ കൂട്ടിയിട്ട് നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പാക്കേണ്ടതാണെന്ന് പറഞ്ഞതാണ്. ട്രാഫിക് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ കാണിച്ചത്. അതിനുശേഷം പല റെഗുലേറ്ററി നടന്നിട്ടില്ല. അതായത് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള പൂരപ്പറമ്പിനോട് ചേർന്നിട്ടുള്ള ട്രാക്ക് ചെറുവാഹനങ്ങൾക്ക് മാത്രം, വലിയ വാഹനങ്ങൾ ആ ട്രാക്കിലേക്ക് പോകരുത്.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അപകടങ്ങളുണ്ടായിരുന്ന ആ ബിന്നി ടൂറിസ്റ്റ് ഹോമിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി 19 വയസ്സുള്ള പെൺകുട്ടിയുടെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച തന്നെ പോയി. അതുപോലെ തന്നെ ഈ നായ്ക്കനാലിൻ്റെ അവിടെ ഒരു ടീച്ചർ കുറച്ച് 1-2 കൊല്ലമായി അവിടെ സിഗ്നൽ കണ്ട് നിർത്തിയതാണ്. പ്രൈവറ്റ് ബസ് വന്ന് ആ ടീച്ചറെ ഇടിച്ചു പോയി. സിഗ്നൽ കണ്ട് നിർത്തിയതിൻ്റെ പിന്നിൽ ആ ബസ് ഒരാഴ്ച കണ്ട് സ്റ്റേഷനിൽ പിടിച്ചിട്ട് ആ വണ്ടി പിന്നെയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്നും ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നില്ല. ഇതിൽ ബസ്സിൻ്റെ ടൈമിൻ്റെ ഒന്നിൻ്റെ അല്ല, അവർ ബസ്സുകാരുടെ തെറ്റ് തന്നെയാണ്. അതായത് സിഗ്നൽ കണ്ട് നിർത്തിയ സ്കൂട്ടർ പോയി പിന്നെ ടീച്ചറെ ഇടിച്ച് നിരത്തിപ്പോയി. കുറേ അപകടം. അതിന് ശേഷം മരണം വരുമ്പോൾ മാത്രമാണ് വാർത്തകൾ വരുന്നുള്ളൂ. ധാരാളം അപകടങ്ങൾ റൗണ്ടിൽ നടക്കുന്നുണ്ട്. ഈ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി പരാതികൾ കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ? അല്ല, അവർ ചില കാര്യങ്ങൾ മാത്രം അവർ ടേക്കപ്പ് ചെയ്യണമല്ലോ. ഞങ്ങൾ ഈ കാര്യം ഇടയ്ക്ക് കലക്ടർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് കലക്ടർ പറഞ്ഞു ഞങ്ങളത് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്, RTOന് കൊടുത്തിട്ടുണ്ട്. കലക്ടർ, RTO, കമ്മീഷണർ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഈ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി. പക്ഷെ അവർ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം, ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്വന്തം കാറിലല്ല അല്ലെങ്കിൽ സ്കൂട്ടറിലോ നടന്നിട്ടല്ല പോകുന്നത്. അവരുടെ സർവീസിലുള്ള കാലത്തോളം നല്ല സർക്കാർ വാഹനത്തിൽ സർക്കാർ ഡ്രൈവർ അവരുടെ ഇതിൽ അവർക്ക് സാധാരണക്കാരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവർ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പലപ്പോഴും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ പലതും പരിഗണിക്കപ്പെടുന്നില്ല. ഇത് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ ലൈൻ ട്രാഫിക് നടപ്പാക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ കമ്മീഷണർമാർ രേഖാമൂലം പത്രങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള എൻ്റെ കയ്യിലുണ്ട്, റെക്കോർഡൊക്കെ ഉണ്ട്. പത്രങ്ങൾക്ക് അവർ പ്രസ് റിലീസ് കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ ഇത്രാം തീയതി തൊട്ട് നടപ്പാക്കാൻ പോകണു. ഈ ഇതിലേക്ക് ചെറുവാഹനങ്ങൾക്ക് മാത്രം പോകാൻ പാടുള്ളൂ. അതായത് കാറ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ മാത്രമാണ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള. ഇതിലിപ്പോൾ നടപ്പാക്കണില്ല. നമ്മൾ എത്ര തവണ ഞങ്ങൾ റിമൈൻഡ് ചെയ്തു എന്നറിയാം, നടക്കണില്ല. അത് ജനങ്ങളുടെ ഒരാൾ കൂടി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ 1-2 പേര് മരിക്കണം. അല്ലാതെ സാധാരണ ജനങ്ങളുടെ പരാതികൾ പരിഗണിക്കപ്പെടുന്നില്ല. പ്രദീപിനോട് സാധാരണഗതിയിൽ സ്വരാജ് റൗണ്ടിലൊന്നും ശരിക്കും അപകടത്തിനോട് സാധ്യതയുള്ള സ്ഥലമല്ല. പക്ഷെ എന്നിട്ട് പോലും ഈ നായ്ക്കനാലിലും ബിനിയിലും ഉണ്ടായിട്ടുള്ള അപകടം, മരണം, ഞാനതിനെ മുഴുവൻ എല്ലാ കുറ്റങ്ങളും ബസ്സുകളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് തെറ്റാണ്. ഞാൻ പറയുന്നത്, നേരത്തെ സാറ് പറഞ്ഞു, ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ അടക്കം വന്ന് വണ്ടികൾ വന്ന് പലതും സൗണ്ട് പോലും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇതും കേൾക്കുന്നില്ല. അതുപോലെ സ്കൂട്ടറുകളുടെ എണ്ണം കൂടുതൽ ഉള്ള ഈ സ്ഥിതിയിൽ ഈ റൗണ്ടിൽ ലൈൻ ട്രാഫിക് പാലിക്കാൻ സ്കൂട്ടർ യാത്രക്കാർ തയ്യാറാവുന്നുണ്ടോ? സ്കൂട്ടർ യാത്രക്കാർ ഏത് റോട്ടിൽ കൂടിയാണ് പോകുന്നത്? അവർ ബസ് പോകുന്ന അതേ പാറ്റേണിൽ കൂടിയല്ല അവർ പോകുന്നത്. അവർ ഈ 1-ന്ന് 2ലേക്ക് കിടക്കും, 2-ന്ന് 3ലേക്ക് കിടക്കും, 3-ന്ന് ഇങ്ങോട്ട് കിടക്കും. എങ്ങനെയാണ് 2 വീലർ പോകുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഏത് വശത്തുനിന്നാണ്? 2 വീലറിൻ്റെ ഭാഗത്തു നിന്നല്ലേ? അപ്പോൾ അത് 2 വീലറുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഏറ്റവും വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 വീലർ ഉപയോഗിക്കുന്നത് തന്നെ. ബസ്സുകളെ സംബന്ധിച്ച് ബസ്സുകൾക്ക് സമയമുണ്ട്, ശരിയാണ്. പക്ഷേ റൗണ്ടിലൊന്നും ഒരു തരത്തിലുള്ള അമിതമായ വേഗത്തിലൊന്നും ഒരു ബസ്സും പോവില്ല. ലൈൻ തെറ്റിക്കുന്നുണ്ടാവും എന്ന് പറയുക 1-2 തെറ്റുണ്ടാവില്ല. അല്ല, ഒരു മിനിറ്റ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ലൈൻ തെറ്റിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അതിനൊക്കെ വലിയ ശിക്ഷ നേടിയിട്ട് ഞങ്ങളൊക്കെ ഒരു 95% നിർത്തിയിട്ടുള്ളതാ. ഇവിടെ എല്ലാത്തിനും ഇവിടെ റൗണ്ടിൽ ക്യാമറയുണ്ട്. ഒരു ക്യാമറയിൽ കൺട്രോൾ റൂമിൽ നിന്ന് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസം അപ്പം തന്നെ അവിടേക്ക് മെസ്സേജ് വന്ന് 1000 രൂപ 1500 രൂപ ഫൈൻ അടപ്പിക്കുന്നുണ്ട് ഇവിടെ. അതോടുകൂടിയിട്ട് ഒരാളും തെറ്റിക്കില്ല. അതിന് അപൂർവം 1-2 അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന സംഭവം ഈ 2 വീലറുകളുടെ അമിതമായിട്ടുള്ള കട്ടിംഗ് ആണ്. ഈ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നലെ ഉണ്ടായ അപകടത്തിൽ അവർക്കൊരു ഹെൽമെറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ഹെൽമെറ്റ്, ഇപ്പം തലയ്ക്കാണ് ഇഞ്ചുറി അവർക്ക്. അപ്പോൾ അതുപോലെ 2 വീലറുകളുടെ എണ്ണം അമിതമായി കൂടുകയാണ്. ഇതൊരു പൊതുഗതാഗതം എന്ന നിലയിൽ ഒരു 50 ആളെ 60 പേരെ കൊണ്ടുവരുന്ന ബസ്സുകൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഇത് അമിതമായ വാഹനങ്ങളുടെ എണ്ണം കൂടുന്തോറും അപകടങ്ങൾ കൂടുകയാണ്. അതിനുള്ള റോഡ് സംവിധാനം ഇവിടെ ഇല്ല. അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറ്റപ്പെടുത്തി പറയണതല്ല, നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അതായത് 3ാമത്തെ ലൈനിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വടക്കേ സ്റ്റാൻഡിലേക്കും തിരിയണം വണ്ടി. അപ്പം ഞാൻ ഈ 2ാമത്തെയും 1ാമത്തെയും ക്രോസ് ചെയ്തിട്ടല്ല ഞാൻ പോവുക. അല്ല, ഞാൻ ഏത് വഴിക്കാണ് പോവുക? അല്ല, ഒരു മിനിറ്റ്, അപ്പോൾ ഏത് വഴിക്കാണ് പോയി? അപ്പോൾ ഇതിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ 3ാമത്തേൽ പോവുകയാണെങ്കിൽ അമിത സ്പീഡിലാണ് പോണത്. അമിത വേഗതയിൽ പോയിട്ട് 3ാമത്തേൽ കിടന്നിട്ട് പിന്നെ പെട്ടെന്ന് 2, 3, 1ലേക്ക് കിടക്കുകയാണ്. അതായത് സ്ലോവിൽ പോയി കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പലപ്പോഴും ഞാനും 3ാമത്തെ ലൈൻ നോക്കിയിട്ട് പോകുന്ന ഒരാളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് അറിയാം, ഇന്ന മാതിരിയെ പോകുമ്പോഴുള്ള. പക്ഷേ എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ധർമ്മോദയം കമ്പനി കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിയണം. ഞാനപ്പോൾ എവിടെ തിരിയും? ഞാനിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കല്യാണം അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കിടന്നു നിൽക്കും. എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എവിടേക്ക് പോയിട്ട് തിരികെ പിന്നെ റൗണ്ട് അടിച്ച് വരിക.
അപ്പോൾ ഇതിലെന്താ മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ റൗണ്ടിൽ പാലിക്കേണ്ട നിയമം സ്പീഡായാലും മറ്റേ മൂന്നാമത്തെ ലൈനായാലും അത് പാലിച്ചേ പറ്റൂ. അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് റൗണ്ടിൽ കിടന്നാലും തിരക്ക് തന്നെയാണ് എല്ലാവർക്കും. ടൂ വീലർ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും തിരക്ക് തന്നെ. ഇപ്പോൾ ഏറ്റവും വലിയ തിരക്കുള്ള ഒരാളും കൂടി ഉണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണ് സ്വിഗ്ഗിയും മറ്റേ സൊമാറ്റോ. എവിടുന്നാ വരണേ എവിടുന്നാ പോകണമെന്ന് അറിയില്ല. ഞാൻ കുറ്റം പറയണതല്ല, അവർക്ക് ഭക്ഷണ സമയത്തിന് കൊടുക്കാനാണ്. പക്ഷേ പണ്ട് 2 വണ്ടികളുണ്ട്, ഒന്ന് കള്ള് വണ്ടി പിന്നെ ഒന്ന് മിൽമയുടെ വണ്ടി, ഇപ്പോൾ ഒരു വണ്ടി കൂടി ഉണ്ട് ഈ സൊമാറ്റോ. അല്ല സാറേ? ആ, എവിടുന്നാ അവർ വരണേ എവിടുന്നാ പോണേന്ന് അറിയില്ല. അവർക്കൊരു പ്രശ്നമല്ല. അവർ പലപ്പോഴും ഈ മൊബൈലിൽ മറ്റേ മാപ്പ് നോക്കിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും തെറ്റുകൾ പറ്റില്ല എന്നല്ല പറയണം, പക്ഷെ പലതും നമ്മളൊന്ന് മനസ്സിരുത്തിയാൽ കുറേ സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സമരം, അവിടെ റോഡിൽ കുഴിയാണ്, ബ്ലോക്ക് മൂലം സമയത്തിനെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് ബസ് ഉടമകൾ സമരം നടത്തിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പോലീസ് തലത്തിലാണെന്ന് ചർച്ച. എന്തായിരുന്നു ഉറപ്പ് കിട്ടിയത്? 6 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് പോകുക കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് പെരുമ്പിളിശ്ശേരി കഴിഞ്ഞ് പൂച്ചുണിപ്പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാ കമ്പനി എത്തുമ്പോൾ തിരിച്ച് ഇപ്പോൾ മറ്റേ ആറാട്ടുപുഴ വഴി വന്ന് മാപ്രാണത്തേക്ക് കയറണം. 6 കിലോമീറ്ററാണ് ഡൈവേർഷൻ. 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സമയം തന്നെ 15-20 മിനിറ്റ് കൂടുതൽ വേണം. ഈ 6 കിലോമീറ്റർ ഡൈവേർഷൻ കഴിഞ്ഞ് വൺ സൈഡ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. ഈ തൃശ്ശൂർക്ക് ഒരു ലൈനിൽ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയ കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ റോഡ് പണിത് കഴിഞ്ഞിട്ടുള്ള റോഡിൽ ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഇത് വൺ വേ ആക്കി തീരുമാനിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 2 വീലറുകളും കാറുകളും ഈ വൺ വേ തെറ്റിച്ച് ഓപ്പോസിറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് നിർത്താൻ ഒരു പോലീസിനെ പോലും തയ്യാറല്ല. ഒരു പോലീസിനെ പോലും ആ സ്ഥലത്ത് നിങ്ങളിപ്പോൾ എന്ന് വേണമെങ്കിൽ ഇപ്പോഴും പരിശോധിച്ചോളൂ. ചേർപ്പ് പോലീസ് ഒരു പോലീസിനെ പോലും നിർത്താൻ അവിടെ തയ്യാറല്ല. അവിടെ നിർത്തുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ വഴി തിരിച്ചു വിടുന്നത് ഈ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാറ് കമ്പനിക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരൻ, ഏതെങ്കിലും ഒരു അന്യദേശ തൊഴിലാളിയാണ്. അവനാണ് വന്നിട്ട് തിരിച്ചു പോകും. അവൻ പറയും എത്ര ആളുകൾ, നമ്മുടെ മലയാളികൾ എത്ര ആളുകൾ അനുസരിക്കും. ഒരു 2 വീലറുകാരനും അനുസരിക്കില്ല. അവൻ കുറച്ച് നേരം നിൽക്കുമ്പോൾ അവനും താഴെ ഇതായിട്ട് നിൽക്കും. ഓപ്പോസിറ്റ് വണ്ടികൾ വരും. ഒരു വണ്ടി മാത്രം കടന്ന് ഓപ്പോസിറ്റ് വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഒരു കാറുകാരൻ, ഒന്നല്ല നിരന്തരം കാറുകളും ഇതും വന്ന് പിന്നെ അവസാനം എവിടെയെങ്കിലും എത്തുമ്പോൾ ഒരു കടയുടെ അവിടേക്ക് മാറ്റി നിർത്തും. അപ്പോൾ ബസ് കടന്നു പോകും. അങ്ങനെ വന്നിട്ട് അവിടെ ഉണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിൻ്റെ പേരിലാണ് അവിടെ ഈ യാത്രക്കാരും യാത്രക്കാരും അതുപോലെ കാറിലെ ഇവരും ബസ്സിലത്തെ ആളുകളും തമ്മിൽ തർക്കമായി. വഴി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി തടഞ്ഞ വണ്ടി പോകാൻ പറ്റില്ല. അവിടെ തർക്കമായി, ഒരു തർക്കം ഉണ്ടായി. ഇപ്പോൾ ആരോ അത് വീഡിയോ വീഡിയോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് പ്രചരിപ്പിച്ചു. ബസ്സിലത്തെ ജീവനക്കാരും ഇവരും തമ്മിലുള്ള വഴക്ക് പ്രചരിപ്പിച്ച് അത് കഴിഞ്ഞതിന് പിന്നാലെ പോലീസ് ഏകപക്ഷീയമായിട്ട് ഈ ബസ്സുകാരൻ്റെ പേരിൽ കേസെടുത്തപ്പോൾ ആ ബസ്സുകാർ അവർ പറഞ്ഞു 6 കിലോമീറ്റർ വളഞ്ഞ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങളിത് ഓടിക്കുന്ന ആളുകൾക്ക് പിന്നെ നാട്ടുകാരുടെ നിന്ന് തല്ലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികൾ ഓട്ടോമാറ്റിക്കലി അവിടെ വണ്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അവിടുത്തെ ഒരു തൊഴിലാളി പോലും സമാധാനമായിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ. ഇത്രയും സമയത്തിനുള്ളിൽ അവിടെ ഓടിച്ചെത്തണം, അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് 6 കിലോമീറ്ററൊക്കെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഒരു സമയവും മാറ്റിയിട്ടില്ല. ഈ സമയത്തിന് തന്നെ അവിടെ ഓടിച്ചെത്തണം, തിരിച്ച് അങ്ങോട്ട് പോകണം. ഈ റോഡിൻ്റെ ഇപ്പം ആ റോഡ് ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ആറാട്ടുപുഴ മാപ്രാണത്ത് എത്തുന്ന റോഡ് ഇപ്പം അത് ഒരൊറ്റ മാസം കൊണ്ട് അത് ചെറിയ റോഡാണ്. അത് വീണ്ടും തകർന്ന് തരിപ്പണമായി. അപ്പോൾ ആ വഴിക്ക് ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികളും വരിക, അവിടെ തറക്കാവുക. പോലീസാണെങ്കിൽ അതിൽ ഏകപക്ഷീയമായിട്ടാണ് ഈ ചേർപ്പ് പോലീസ് ഇത് നിൽക്കുന്നത്. ഞങ്ങളിതിപ്പോൾ കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളികളടക്കം കളക്ടർക്ക് ഇതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ വഴിക്ക് ബസ് ഓടിക്കാൻ കഴിയില്ല. ആ ബസ്സിൽ അവിടെ കൃത്യമായി സമയം മാറ്റാണ്ട് ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അവരുടെ തലയിലേക്ക് വരികയാണ്. ബസ് തൊഴിലാളികൾ അവിടെ പണിയെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അവർ നോട്ടീസ് കൊടുത്തിരിക്കുക. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ വണ്ടികൾ അത് അത്രയും ഗുരുതരമായ അവസ്ഥയാണ്. 3 വർഷം ഇന്നലെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിയുമെന്ന് പറയാൻ പോലും പറ്റില്ല. കോൺക്രീറ്റ് അതുപോലെ തന്നെ കോൺക്രീറ്റ് റോഡിങ് ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ പോലെ ആ റോഡ് സാറ് ഒന്ന് തിരയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. എന്ത് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. നമുക്കത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉപയോഗം നമ്മുടെ ഇതിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ റോഡിൻ്റെ ഹൈറ്റ്, ഈ റോഡ് വളരെ ഹൈറ്റ് കൂടിയിട്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. പണ്ട് നമ്മളൊരു അപകടം ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഓടിച്ച് ഒതുക്കാനോ എപ്പോഴെങ്കിലും ഒരു മുന്നിലേക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് സൈഡിലേക്ക് ഇറക്കാനോ ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഏത് റോഡുകളിലും ഉണ്ടാവും. ഇപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഈ കൊടുങ്ങല്ലൂർ റോഡിൽ ഒരു സൈഡിലേക്ക് വണ്ടി മാറ്റാൻ പറ്റില്ല. ആ കോൺക്രീറ്റ് ചെയ്ത് ആ പാതയിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി മറിയും. അതുപോലത്തെ അവസ്ഥയിലാണ്, അത്ര ഹൈറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. എന്താ അർത്ഥത്തിലാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ചേർന്നുള്ള ഭാഗങ്ങളും കടകളൊക്കെ ഉയർത്തണം.
ഇപ്പോൾ ആ റോഡിൻ്റെ നിലവിൽ മെക്കാടൻ റോഡിങ്ങിൽ വർഷങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ റോഡ് ഉപയോഗിച്ചിരുന്നതിൽ നിന്നും റോഡിന് വീതി കുറഞ്ഞു എന്നുള്ളത് പരമാർത്ഥമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ റോഡിൽ തിര വരുന്നുണ്ട്. അതാണ് കൂടുതൽ അവിടെ അപകടം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ ഒന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ള സ്ഥലത്തുണ്ടായിരുന്ന സ്പോട്ടുകളടക്കം ഞങ്ങൾ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ 3ാമത്തെ അപകടമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ചില സ്ഥലങ്ങളുണ്ട്, അതൊന്ന് പരിശോധിച്ച് അത് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഒരു ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസ് ഇപ്പം നമ്മുടെ ഒന്നും വേണ്ട. നമ്മുടെ പടിഞ്ഞാറക്കോട്ടയിൽ ഇത്രയധികം ബ്ലോക്ക് ഉണ്ടാകുന്ന ഇപ്പം ഈ റോഡുകളുടെ അവസ്ഥയിൽ വന്നിട്ട് മുഴുവൻ പൂങ്ങുന്നത്തേക്ക് പോകുന്ന ഒരു പടിഞ്ഞാറക്കോട്ടയിൽ പോലും പോലീസിന് കൃത്യമായിട്ട് നിർവഹിക്കുന്നു. ഏതോ ഒരു കുട്ടി ഒരു ട്രാഫിക് വാർഡനാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. അവരെ കുറ്റം പറയല്ല, അവരവരുടെ കഴിവിൻ്റെ ചെയ്യുന്നുണ്ട്. ഒരു പോലീസിനെ നിയോഗിക്കാൻ അവിടെ തയ്യാറാവുന്നില്ല. ഒരു ട്രാഫിക് വാർഡനെ നിർത്തിയിട്ടാണ് ഈ പടിഞ്ഞാറക്കോട്ടയിൽ ഇത്രയും ഇപ്പോൾ പൂങ്ങുന്നത്തേക്കും കുന്നംകുളത്തേക്കും എല്ലാ ബസ്സുകളും അയ്യന്തോൾ വഴിക്കുക. ബസ്സുകളല്ല, എല്ലാ വാഹനങ്ങളും പോകുന്നത് വഴിക്കുക. അപ്പോൾ അത്തരം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഒരു ആക്ഷൻ എടുത്തു, അതെടുത്തു. ഇപ്പോൾ സത്യത്തിൽ ഒരു ബസ്സിൻ്റെ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ ബസ്സുകാർക്ക് കുറേ ഫൈൻ എഴുതി കൊടുത്തു. ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് കുറേ ഫൈൻ എഴുതി കൊടുത്തു. കാറുകാരാണ് ഈ പിന്നെ ഈ അപകടങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. എത്രയോ 2 വീലറുകളും കാറുകളും തമ്മിൽ അപകടങ്ങളിൽ പെടുന്നു, എത്രയോ ഇത് വരുന്നു. അതൊന്നും പലതും വാർത്ത വരുന്നില്ല. ആശുപത്രിയിൽ പോയി കിടക്കുന്ന ആളുകളുണ്ട്. ഒരു മരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ മാത്രമാണ് ഇതിൽ ഒരു ചർച്ച വരുന്നത്. അല്ലാണ്ട് എത്രയോ അപകടങ്ങൾ ഉപയോഗിക്കുന്ന അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുങ്ങല്ലൂരിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് അതിലൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തന്നെ ഈ ബസ് തൊഴിലാളികൾ തയ്യാറാവില്ല. ഞങ്ങളുടെ തൊഴിലാളികളില്ലെങ്കിൽ ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അത് നിർത്തും. ഇതൊരു പൊതുഗതാഗതം എന്ന നിലയിൽ ഇതിനൊക്കെ ഒരു സംവിധാനം സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല റോഡുകൾ ഉണ്ടാക്കി തരണം. ഇത്രയും ഭീമമായ ടാക്സും കാര്യങ്ങളും കൊടുക്കുന്നതല്ലേ, നല്ല റോഡുകൾ ഉണ്ടാക്കി തരാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അസോസിയേഷൻ 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചില രാജ്യങ്ങളിലൊക്കെ സൈക്കിളിനും സ്കൂട്ടറിനും പോകാൻ പ്രത്യേക പാത പോലുമുണ്ട്. അതിലേക്ക് ആ പാതയിലേക്ക് മറ്റു വാഹനങ്ങൾ പ്രവേശിക്കാനും പാടില്ല. നിർദ്ദേശങ്ങൾ ഏറെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ? അത് ഞങ്ങൾ തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും നിർബന്ധമായിട്ട് പറയുന്നത് തൃശ്ശൂർ പണ്ട് ഉണ്ടായിരുന്നതാണ് ഈ 3 ട്രാക്ക് എന്നുള്ളത്. ആദ്യത്തെ 2 ട്രാക്ക് മാത്രം വലിയ വാഹനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞ മാതിരി അതിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാം, വലിയ വാഹനങ്ങൾക്ക് പോകാം. അതേസമയം ഈ 3ാമത്തെ ട്രാക്കിൽ മാത്രം ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ നിയന്ത്രണം. അല്ലാതെ അദ്ദേഹം പറഞ്ഞ മാതിരി നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ മറ്റു സൈഡ് വഴിയിലേക്ക് പോകണമെങ്കിൽ മറ്റ് 2ാമത്തെ ട്രാക്കിലും ആദ്യത്തെ ട്രാക്കിലും പോകാതെ 2 വീലറിന് പാസ് ചെയ്യാൻ പറ്റില്ല. പലരും ധരിച്ചിരിക്കുന്നത് ആ 3ാമത്തെ ട്രാക്കിൽ മാത്രം 2 വീലർ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല. തൃശ്ശൂർ റൗണ്ടിൽ സാധിക്കില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഇത് 3 ട്രാക്കിൽ ഒരു ട്രാക്ക് ചെറുവാഹനങ്ങൾക്ക് സ്കൂട്ടർ 2 വീലറിന് മാത്രമല്ല 2 വീലർ, കാറ്, ഓട്ടോറിക്ഷ, വലിയ വാഹനങ്ങൾ, ബസ്, ലോറി അതുപോലുള്ള വാഹനങ്ങൾ ഈ 3ാമത്തെ ട്രാക്കിലേക്ക് കടക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കുറച്ച് വണ്ടികളൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ മാതിരി കുറച്ച് വണ്ടികളല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ജംഗ്ഷനുകൾ ഞങ്ങൾ പറഞ്ഞു. ഞാൻ പലപ്പോഴും ഫോട്ടോ എടുത്തിട്ട് പത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. TCBയിലും വന്നിട്ടുള്ളതാണ്. നായ്ക്കനാൽ, ബിനി, അതുപോലെ മുനിസിപ്പൽ ഓഫീസിലേക്ക് കടക്കുന്ന സ്ഥലത്ത്. ഈ 2 സ്ഥലത്ത് നമ്മൾ ചെന്നതിന് 1 മണിക്കൂറിനുള്ളിൽ 5-10 ബസ്സുകളെങ്കിലും ഈ 3ാമത്തെ ട്രാക്കിൽ വന്ന് വീശി അടിച്ച് പോകുന്നത് കാണാം. ജനങ്ങൾ ഇപ്പോൾ 2 വീലറുകളൊക്കെ അതിൻ്റെ അടിയിൽ പെടാതെ രക്ഷപ്പെടണമെങ്കിൽ അതൊരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ ഇനിയൊരു അപകടം ഉണ്ടാവുക ഇത് കുറച്ച് നാൾ ഒരു 2-3 കൊല്ലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് മാത്രം. അത് അപകടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതിരി ഉദ്യോഗസ്ഥന്മാരെ ഇടപെടാത്തത്. ഞങ്ങൾ പല തവണ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് റെക്കോർഡിക്കലി ഇത് തീരുമാനം തന്നിട്ടുള്ളതാണ്. പക്ഷെ നടപ്പാക്കണില്ല. അത് ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ബസ് മുതലാളിമാരുടെ തൊഴിലാളികളുടെ സമ്മർദ്ദം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുക. എന്താ വെച്ചാൽ അവർക്ക് ഈ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടില്ല ആർക്കായാലും. ഈ ബസ്സിൻ്റെ ടൈമൊന്നും ഈ റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. നല്ല വീതിയുള്ള റോഡാണ്, നല്ല റോഡാണ്. ഇതിൽ പ്രൈവറ്റ് ബസ്സുകൾ 3ാമത്തെ ട്രാക്കിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് ബസ് ഉടമകളും തൊഴിലാളികളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ വേറൊരു സമയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല തൃശ്ശൂർ റൗണ്ടിൽ 2-3 സ്കൂളുകളുണ്ട്. സ്കൂളുകളുടെ അവിടെ ദൂരപരിധിയുള്ളതാണ്. 30 കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള നിയമമുള്ളതാണ്. ആരെ നിയന്ത്രിക്കണേ? നേരത്തെ പറഞ്ഞ മാതിരി നിറയെ ക്യാമറകളുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ നിറയെ ക്യാമറയുണ്ട്. പോരാത്തതിന് ഈ ഇഷ്ടംപോലെ പോലീസ് വണ്ടികൾ പോകുന്ന കാണാം. ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് പല പേരിലുള്ള പോലീസ് വണ്ടികൾ പോകുന്ന കാണാം. നടപടി എടുക്കണില്ല. ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കണില്ല. ഇവരിത് കാണുന്നില്ലേ? നേരിട്ട് കാണുന്നില്ലേ? ക്യാമറയിൽ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്ത? നിറയെ കാണാം. 1 മണിക്കൂർ ക്യാമറയും പിടിച്ചിട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും തൃശ്ശൂർ റൗണ്ടിൽ
പല ബസ്സുകളും ഈ പ്രത്യേകിച്ച് ഈ നായ്ക്കനായിൽ ബിനി ടൂറിസ്റ്റ് ഹോം, പ്രത്യേകിച്ച് ബാക്കി സ്ഥലത്തുണ്ട്, ഹോസ്പിറ്റൽ ജംഗ്ഷനിലുണ്ട്, എല്ലായിടത്തും ചീറിപ്പാഞ്ഞ് വീശി അടിച്ചു പോകുന്നത് കാണാം. അതിൻ്റെ ഇടയിലൊക്കെ ജനങ്ങൾ പെടാതിരിക്കുന്നത് ഇപ്പോൾ ടൂ വീലറുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷകൾ മാത്രമല്ല, നടന്നു പോകുന്നവർ മാത്രമല്ല, എല്ലാവർക്കും അപകടം ഇടാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ടെങ്കിൽ ആരുടെയും നിയന്ത്രണം കൊണ്ടല്ല. ഈ സ്വരാജ് റൗണ്ടിൽ നടപ്പാതയെങ്കിലും ഉണ്ട്, മറ്റു പല റൂട്ടിലും ഇപ്പോൾ നടപ്പാതയില്ലാത്ത അവസ്ഥയാണ്. നടപ്പാതയിൽ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നടപ്പാത സ്ലാബിൻ്റെ മുകളിൽ ടൈലിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പോയി കാണാം, മോഡൽ ബോയ്സിൻ്റെ ബാക്കിൽ നടപ്പാത കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എപ്പോഴെങ്കിലും പോയി നോക്കി കാണാം, അതിൻ്റെ മുകളിൽ മുഴുവൻ ടൈല് വിരിച്ചു. ടൈല് വിരിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ലാബ് ഇളകി കഴിഞ്ഞാൽ അടുത്ത 4 സ്ലാബിൻ്റെ മുകളിലുള്ള ടൈല് പോയിട്ട് ഇപ്പോൾ റോഡ് കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഇപ്പോൾ പൂരത്തിന് മുമ്പ് ഫുൾ ടാർ ചെയ്തു. ആ ടൗൺ ഹാൾ ചേർന്നുള്ള കാനയുടെ അവിടെ 2 അടി കുഴിയാണ്, 2 അടി ഫുള്ള്. അവിടെ നിന്ന് വരുന്ന ചെറൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ വളച്ചൊടിച്ച് കഴിഞ്ഞ് മര്യാദയ്ക്ക് ഒടിച്ചില്ലെങ്കിൽ ആ കുഴിയിൽ വിടും. അപ്പോൾ ഇവരിത് മുഴുവനാക്കണില്ലേ ഒന്നും. ടൈല് വിരിച്ച് എന്തിന് സ്ലാബിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നോളൂ, ഒരു കുഴപ്പമില്ല. എന്തിനീ ടൈല് വിരിക്കണേ? നമ്മളിപ്പോൾ വീട്ടിലിടുകയാണെങ്കിൽ ആ ടൈലിന് എത്ര രൂപ കൊടുക്കണം? അത്രയും വിലപിടിപ്പുള്ള ടൈല് വിരിച്ചിട്ട് ഇപ്പോഴത്തെ സ്ഥിതി ആ ടൈലിൻ്റെ ഒന്ന് പോയി കാണേണ്ടതാണ്. ഇതെന്തിനാണ് ഈ ടൈല് വിരിക്കണമെന്നില്ലേ? അനങ്ങുന്ന സ്ലാബിൻ്റെ മുകളിൽ ടൈല് വിരിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ലാബ് അനങ്ങി കഴിഞ്ഞാൽ മറ്റുള്ള ഇത് അനങ്ങും തോന്നില്ലേ? ആൾക്കാർക്ക് നടക്കില്ല. അപ്പോൾ ആൾക്കാർ ഇത് പൊളിഞ്ഞു തരണം. ആൾക്കാർ ഇപ്പോൾ റോഡ് കൂടെ നടക്കണേ, റോട്ടിലാണ് നടക്കണേ. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഹോസ്പിറ്റൽ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ നിയമങ്ങൾ? ഇത് ഭംഗിയാക്കിയതാണ്, പക്ഷേ ഭംഗിയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് ഒരു റോഡിലൂടെയും സഞ്ചരിക്കാനാവാത്ത ഒരു സ്ഥിതിവിശേഷം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ആസൂത്രണമില്ലാതെയുള്ള നിർമ്മിതികൾ. ഈ കുന്നംകുളം റോട്ടിൽ, തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന പാതയിൽ പണി നടക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ കുറ്റൂർ ചാമക്കാട് റോഡ് വഴിയും വരടിയം കൊട്ടേക്കാട് റോഡ് വഴിയും വരുമ്പോൾ ഒരേ സമയം തന്നെ ആ റോഡുകളിലും വാഹനങ്ങൾ കടത്തിവിടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവൃത്തികൾ മൂലം ജനം വലയുന്ന ഒരു സാഹചര്യത്തിലാണ് അതീവ ഗൗരവമായൊരു വിഷയം സംചാരയോഗ്യമല്ലാത്ത പാതകൾ എന്ന രീതിയിൽ TCV ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്തത് ബസ് പ്രതി VS പ്രദീപ്, ഒപ്പം തന്നെ ജെയിംസ് മുട്ടിക്കൽ, ശ്രീ നന്ദൻ വാഗിയിൽ, 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.